ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോക പ്രശസ്തിയായ ഒരു കൗൺസിലറിനെയാണ്. ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമാണ്. വളരെ സന്തോഷത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ സജിതകുമാർ PK. സ്വാഗതം. ഡോക്ടർ, നമുക്കിന്ന് കുറച്ച് പേഷ്യൻസ് വന്നിട്ടുണ്ട്. കുറേ പേഷ്യൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ടോക്കണെ വിളിക്കാം. ഇന്ന് ആദ്യമായി ടോക്കൺ എടുത്തിരിക്കുന്ന സഹോദരി ഞാൻ വിളിക്കുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമ്മാമ്മയാണ്. എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുണ്ട്. കുറച്ച് നാളുകളായി നാട്ടിലായിരുന്നു. ഈ സഭയിലെ ദീർഘകാല വിശ്വാസിയാണ്. നമ്മുടെ കൊയറിലെ പ്രധാന ഗായിക കൂടിയാണ്. അപ്പം അമ്മാമ്മേ, ടോക്കൺ നമ്പർ 1 അമ്മാമ്മേ വന്ദനം. വന്ദനം ചെയ്യുന്നു നിന്നാടിയാത്തിരു നാമത്തിനാദരായി. ഡോക്ടർ, നമ്മുടെ അമ്മാമ്മ ഇന്ന് ചില പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ് ഡോക്ടറെ അടുത്ത് വന്നത്. വളരെ നാളുകളായി ആത്മീയത്തിൽ മുന്നേറി പാട്ടുകളോടുള്ള വളരെ അമിത ഇഷ്ടം കാരണം എന്ത് ചോദിച്ചാലും പാട്ടിൽ കൂടെ മാത്രമേ മറുപടി പറയത്തുള്ളൂ. അപ്പം ഡോക്ടറിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. നോക്കാം. അമ്മ ഇരുന്നോളൂ. ഞാൻ കാണുന്നില്ല, എൻ്റെ കീഴവൻ സാഗര ജലം മാത്രം. അമ്മമ്മ ഇവിടെ എല്ലാം നീറ്റാണ്, നമ്മളെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അമ്മമ്മ ധൈര്യമായിട്ടിരുന്നോളൂ. അമ്മമ്മയുടെ പേരെന്തായിരുന്നു? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. റാന്നിക്കാരിയാ, റാഹേലമ്മാമ്മയാണ്. ഓക്കെ. അമ്മമ്മയുടെ യഥാർത്ഥ സ്ഥലം റാന്നി തന്നെയാണോ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. പറഞ്ഞ പോലെ പരദേശവാസിയാണല്ലോ. കുറെ നാൾ നാട്ടിലുണ്ടായിരുന്നല്ലോ. നാട്ടിലത്തെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ചേറ്റിലല്ലയോ കിടന്ന് തോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. കാണുന്ന പോലൊന്നും അല്ല, ഭയങ്കര സമ്പത്തൊക്കെ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റ് ഉള്ള ആളാണ്. ആണോ? ഓക്കെ. അമ്മമ്മ ഡെപ്പോസിറ്റ് ഒക്കെ തന്നെ താനാണോ മാനേജ് ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എൻ്റെ നിശ്ചയവും നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. സ്തോത്രം. ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അമ്മമ്മയുടെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഹസ്ബൻഡ്? എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഹസ്ബൻഡൊക്കെ സുന്ദരനാ. ഫാമിലി കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. ആന്റിയുടെ മക്കള്? ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആന്റിയുടെ മരുമക്കളോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അതൊക്കെ പോട്ടെ, നമുക്ക് പുള്ളിക്കാരി ഭയങ്കര ഡയറ്റിലൊക്കെ ആയിരുന്നു കുറച്ച് നാളായിട്ട്. ആണോ? വെയിറ്റ് ഒക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണോ പോകുന്നത്? എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. അതൊക്കെ പോട്ടെ. അമ്മമ്മ കുറച്ച് നാൾ നാട്ടിലായിരുന്നല്ലോ, കുറച്ച് ഏറെക്കാലം നാട്ടിലായിരുന്നല്ലോ. തിരികെ വന്നിട്ട് സഭയിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ആന്റി, നമുക്കൊരു പുതിയ പാസ്റ്റർ വന്നതെന്ന് കേട്ടല്ലോ. എന്താണ് ആന്റിക്ക് പാസ്റ്ററെ പറ്റിയുള്ള അഭിപ്രായം? അടവേ താരുക്കളിനിട
പുതിയ കൗൺസിലൊക്കെ വന്നെന്ന് കേട്ടല്ലോ, എന്താണ് അവരെയൊക്കെ പരിചയപ്പെട്ടോ? എന്താണ് പുതിയ സെക്രട്ടറിയെ പറ്റിയുള്ള അഭിപ്രായം? വന്നിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. യൂത്തിന്റെ പ്രവർത്തനമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നതാണല്ലോ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. യൂത്ത് ട്രഷററിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഡോക്ടർ, ഇതാണ് പ്രശ്നം. എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഡോക്ടറിന് എന്താണ് തോന്നുന്നത്? ഇതിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, എന്താ പറയാ, എന്നാ ഇപ്പൊ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ. സദൃശവാക്യം 13:20 ഇപ്രകാരം പറയുന്നു: ജ്ഞാനികളോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ദോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. Walk with the wise and become wise, for a companion of fools suffers harm. Thank you. Thank you.